ഹോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനുമായ മിലിന്ദ് സോമനാണ് ഹിൽ ഹൈവേ റൺ നയിക്കുന്നത്. അതങ്ങനെ അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഫൈനൽ ലാപ്പിലേക്ക് എത്തുകയാണ്. മിലിന്ദ് സോമന് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണമോ അവശതയൊന്നുമില്ല. മിലിന്ദ് ഒരുപാട് ഓട്ടങ്ങൾ ഓടിയിട്ടുള്ള ആളാണ്. കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെ 20 കിലോമീറ്റർ ദൂരമാണ് മിലിന്ദ് സോമനും കൂടെയുള്ളവർ ഓടിയത്. കുറേ പേരൊക്കെ ഓടി ക്ഷീണിച്ച് ബാക്കി വണ്ടിക്കകത്ത് പോയി. അത് ആ കൂട്ടത്തിൽപ്പെട്ടതാണ് രാഹുൽ വിജയൻ. അവിടെ കുട്ടിക്കാനം എന്ന് പറയുന്നത് അതിമനോഹരമായ സ്ഥലമാണ്. കുട്ടിക്കാനം മരിയങ്കോളയിൽ ഒരു പരിപാടിക്ക് പോയിരുന്നു. അതിമനോഹരമായ പ്രകൃതി സുന്ദരിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കുട്ടിക്കാനം. അവിടുത്തെ കോടമഞ്ഞ് ഇറങ്ങുന്ന താഴ്വാരത്തൂടെയാണ് 20 കിലോമീറ്റർ ഓടിയത്. രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, അപ്പോൾ ഓടിയെത്തി അല്ലേ? പ്രിയമുള്ളവരെ, ആ മാരത്തോൺ ഓട്ടം അവസാനിക്കുകയാണ് എന്ന അനൗൺസ്മെന്റ് അവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ മാരത്തോൺ ഓട്ടം അവസാനിക്കുകയാണ്. അതിൻ്റെ ഹെലിക്യാം വിഷ്വൽസാണ് പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ അതങ്ങനെ ഓടി മലയോര ഹൈവേയിലൂടെ ഓടി 20 കിലോമീറ്റർ ഓടി ചപ്പാത്തിലെത്തി സമാപിക്കുകയാണ് അവിടെ. അതിൻ്റെ ഫൈനൽ ലാപ്പ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാവിലെ 7 മണിക്ക് കറക്റ്റ് 7 മണിക്ക് തുടങ്ങിയാണ് ഓട്ടം. കറക്റ്റ് 9 മണിയാകുമ്പോഴേക്കും 2 മണിക്കൂർ ആകുമ്പോഴേക്കും ഹിൽ ഹൈവേ റൺ പൂർത്തിയാക്കി വിജയകരമായ മാരത്തോൺ 20 കിലോമീറ്റർ മാരത്തോൺ വിജയകരമായി പൂർത്തിയാക്കുകയാണ്. 20 കിലോമീറ്റർ എല്ലാവരും എന്തായാലും ഓടിയിട്ടുണ്ടാവില്ല. 20 കിലോമീറ്റർക്ക് ഓടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ലത്. അത് മാരത്തോൺ ഓടി ശീലമുള്ളവർക്ക് മാത്രമാണ് 20 കിലോമീറ്ററൊക്കെ ഓടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് രാഹുൽ വിജയൻ തുടക്കത്തിൽ 20 കിലോമീറ്റർ പോയിട്ട് 20 മീറ്റർ പോലും രാഹുൽ വിജയൻ ഓടിയില്ല. രാഹുൽ 20 മീറ്റർ ഓടിയോ? രാഹുൽ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. ഇനി അങ്ങോട്ട് ഓപ്പൺ ജീപ്പിലായിരിക്കും കട്ടപ്പന വരെയുള്ള 20 കിലോമീറ്റർ ദൂരം പോവുക എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണം. It's okay. No, but what's the point in stopping? Let the jeep come. Wait the jeep to come. Let them come. No, let him come. Chalo. Jeep is faster than me. Yeah, it'll catch up. But just call that lady and see if they're coming. Yeah, I can hear you. I can hear you. After finishing a run like Yes. do you feel it's What? about the people you meet along the way or the physical effort that you put into it? There is hardly any physical effort. So there's hardly any physical effort. This is like a 18-kilometer run. It is beautiful weather, nice air, good, beautiful road. Where is the effort? So sir, do you think the fitness is Yeah, just we are a waiting trend for that's the been jeep. happening in What? India? What? Here. Do you think fitness Send in the India jeep is here just a fast. trend or has it become a way of lifestyle for Yes. at least this generation and yours? My generation. And us too, sir. Yours. Yeah, all of How us. fit are you? I am So why are you talking about your generation? just so that Talk I can about be better. yourself. There are a few people who understand the value of fitness and they are pursuing it. But let's see very few. Because look at yourself. Don't push, please. എഫേർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ പറയുന്നത് എവിടെയാണ് എഫേർട്ട്? നല്ല കാലാവസ്ഥയാണ്. ഒരു കുഴപ്പമില്ല. 20 സുഖമായിട്ട് കിലോമീറ്റർ പുഷ്പം പോലെ ഓടിയിട്ട് പയർ പോലെ വന്നിട്ട് മിലിന്ദ് സോമൻ പറയാണ് എന്ത് പാട് എന്ന് പറയാണ്. അതേസമയം ആദ്യഘട്ടത്തിൽ കുറച്ച് ഓടുകയും പിന്നീട് വണ്ടി കയറി ലാസ്റ്റ് ലാപ്പിൽ മിലിന്ദ് സോമനോട് സംസാരിക്കാൻ വേണ്ടി മാത്രം വണ്ടി നിറഞ്ഞ് കൂടെ നടന്ന ആൾക്കാരൊക്കെ അടക്കുകയും ചെയ്യുകയാണ് അവിടെ. അപ്പോൾ അതാണ്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് അത്രത്തോളം പ്രധാനമാണ് എന്ന ബോധവൽക്കരണം കൂടിയാണ് മിലിന്ദ് സോമൻ. അത് മാത്രമല്ല നല്ല പ്രകൃതി ഭംഗി. കുട്ടിക്കാനം ചപ്പാത്ത് കട്ടപ്പന പാതയുടെ പൂർത്തീകരണത്തിന്റെ പ്രചരണാർത്ഥം കൂടിയായിരുന്നു ഓട്ടം. അപ്പോൾ കുട്ടിക്കാനത്ത് ഇറങ്ങിയ കോടമഞ്ഞിനിടയിൽ കൂടി ഓടുകയായിരുന്നു മിലിന്ദ് സോമനും കൂട്ടാളികളും. മിലിന്ദ് ഓക്കെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.